മദ്രസയുടെ സ്ഥാനാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയാണ് ഇവിടെ നടന്നത്. 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിരുന്നു. ലാസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയായ LDP നാഷണൽ സെക്രട്ടറി ഡോക്ടർ ഫാരിസ് നമ്മോടൊപ്പം, സെക്യുലർ പാർട്ടി ഓഫ് ഫയാസിന്റെ പ്രതിനിധി മിസ്റ്റർ അഷ്ഫാഖ് അൻവ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ അയ്യാൻ അഹമ്മദ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം പ്രതികരിക്കുന്നത് ANC അഥവാ അഫ്ഗാൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ഇലക്ഷൻ കുറിപ്പിക്കുന്ന ഈ സമയത്ത് ജനങ്ങൾ ഇച്ഛിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് ഫാരിസിനോട് തന്നെയായി. മദ്രസയുടെ ചരിത്രത്തിൽ പ്രായമുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആൾ പ്രായമുള്ള വ്യക്തിയായതുകൊണ്ട് ആൾ ജയിക്കുമെന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട്. പ്രായക്കുറഞ്ഞാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അനുഭവങ്ങളില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കയറി വരുമ്പോൾ വിജയം കൈവരിക്കാൻ സാധിക്കുക? പ്രായം കൂടിയ ആൾക്ക് മാത്രമല്ല വിജയം ആക്കുന്നത്, ഈ പ്രായം പോയ ആൾക്കും വിജയം. എല്ലാ പ്രായം കൂടുതലാണെന്ന് പറഞ്ഞാൽ അനുഭവങ്ങളില്ലാതെ എങ്ങനെയാണ് രാഷ്ട്രീയം മുന്നോട്ട് പോവുക എന്ന് പറയുക. രാഷ്ട്രീയ വലിയ മുതിർന്നവരുടെ പിന്തുണ കിട്ടുമെന്ന് നല്ലൊരു പ്രതീക്ഷയും. താങ്കൾക്ക് വല്ലതും പറയാൻ സോഷ്യൽ മീഡിയ താരപരിവേഷം പരിചയ സമ്പത്തോ ഒന്നുമില്ലാത്ത മത്സരത്തിന് ഇറങ്ങുന്ന പുതുമുഖമാണ് ഫയാസ്. അതുകൊണ്ടാണ് അദ്ദേഹം വേറിട്ട് പിതാവിന്റെ വഴിയേയുള്ള പാരമ്പര്യ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നു വരവിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ പറയട്ടെ, നന്ദിജനത്തിന് പുതിയ ബോധമുണ്ട്. രാഷ്ട്രീയത്തിൽ കയറണമെങ്കിൽ ഒരു നല്ല സെലിബ്രിറ്റി ആകണമെന്നോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകണമെന്നോ ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, പിതാവിന്റെ മാർഗത്തിലൂടെയാണ് എന്റെ പ്രയാസം എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ വിജയം കരസ്ഥമാക്കിയിരിക്കുക ചെയ്യും. അച്ഛന്റെ പുതുബോധം ഉള്ളത് കൊണ്ട് തന്നെ അവൻ രാഷ്ട്രീയത്തിന് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. രാഷ്ട്രീയത്തിന് അവൻ നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അതെങ്ങനെയാണ് ഉറപ്പ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിനെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം നോക്കിയാൽ അദ്ദേഹത്തെ തിരിച്ചറിയാം. താങ്കൾക്ക് അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് രാഷ്ട്രീയം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ചരിത്രം ഒന്ന് പിന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഫയാസ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഫയാസ് ജയിക്കുമെന്ന് നിങ്ങൾക്ക് അത്ര മാത്രം ഉറപ്പും? അതെങ്ങനെ എന്തു ഉറച്ചു? ഇന്നുവരെ ജയിക്കാത്ത അഫ്നാനെ പോലെയോ രാഷ്ട്രീയനെ പോലെ ഞങ്ങളുടെ രാഷ്ട്രീയം പഴയ കാലം തൊട്ടേ ഉള്ളതാണ്. അതിന്റെ പാരമ്പര്യം ഞങ്ങൾ ഇന്നും പാരമ്പര്യമാണെങ്കിലും ഞാൻ അടിത്തറയിട്ട് പറയുന്നു. അതിന് പകരം അഫ്നാൻ ജയിച്ചത് ജയിക്കുമോ എന്നൊന്നും അറിയില്ലല്ലോ. രാഷ്ട്രീയം എങ്ങനെയാണ് സമൂഹത്തിൽ എന്നതിലാണ്. സമയം വളരെ പരിമിതിയാണ്. അതുകൊണ്ട് നമുക്ക് ചർച്ച കുറെ പോകാൻ അയാളോടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയും മികച്ച മത്സരം കാഴ്ചവെച്ച പരിചയ സമ്പന്നരായ നേതാവാണ് ANCയുടെ. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടുന്ന ഒരുക്കങ്ങൾ പാർട്ടിയിൽ നിന്ന് ഇത്തവണ നാം കാണാൻ കഴിയും. നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തിന് തെറ്റുമില്ലാത്ത ജനങ്ങളുടെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഉറപ്പ് നൽകുന്നത് കഴിഞ്ഞ അംഗത്തിന് വോട്ടിംഗ് ശതമാനം നോക്കിയാൽ കഴിഞ്ഞ 2 പാർട്ടികളും ഒരുമിച്ച് നിന്ന് പോരാടിയതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി എന്തുറപ്പ് നിങ്ങൾക്ക് നൽകാൻ നിങ്ങളുടെ നാളെ കോട്ടയിൽ താങ്കളുടെ ചോദ്യം ഒന്നുകൂടി പേരേക്ക് ചോദിക്കും. നിങ്ങൾക്ക് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ രണ്ടാളും ഒത്തുനിന്ന് എന്നോട് ചോദ്യങ്ങൾ നോക്കി നിങ്ങൾ 2 പേരും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലളിതമായ നോക്കുതുണ്ടുകൾ കണ്ട് മറ്റവരുന്നവരല്ല ഈ ജനത. അതുപോലെ തന്നെ കത്തി കണ്ട് പേടിച്ച് പിന്നോട്ട് പോകാനാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ കയറുകയില്ലായിരുന്നു. സാഹചര്യമാണ് മനുഷ്യരെ പാർട്ടിയിലേക്കും കത്തിലേക്കും സഹായിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നിൽ രണ്ടുപേരും സമയം വളരെ പരിമിതമായതുകൊണ്ട് ചാനൽ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.